Hello everyone, welcome to NISHANA'S recipe notes. ഇന്നത്തെ റെസിപ്പി ഒരു ചായയുടെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ ചായയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ 2 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, മറ്റൊന്നുമല്ല, ഏലക്കായയും പട്ടയുമാണ്. അപ്പോൾ ഒരു 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരുന്നൊരു പട്ടയും. അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഏകദേശം തിളച്ച് വരാറാവുന്ന സമയത്ത് നമുക്കൊരു 3 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. എന്നാലാണ് അതിലെ ആ ഒരു ഏലക്കായുടെയും പട്ടയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലൂടെ നമുക്ക് അരിച്ചെടുക്കണം. നല്ല ചൂടോടെ തന്നെ ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം. ചില ആളുകൾക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് ഉപയോഗിക്കാം. ഇനി വിത്തൗട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല ഷുഗർ ഫ്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും ആഡ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അത് ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചായ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ആഡ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.